വീണ്ടും കരിക്കോട്ടക്കരിയിലേക്ക് എത്തുകയായി. റോഡിന്റെ ഇരുവശവുമുള്ള കെട്ടിടങ്ങൾക്ക് നടുവിലായി ഒരു മലനിര കാണാം. ആ മലനിരകൾക്കപ്പുറം വ്യത്യസ്തമായ ഭാഷ പറയുന്ന, വ്യത്യസ്തമായി വേഷം ധരിക്കുന്ന, വ്യത്യസ്തമായ രുചിക്കൂട്ടുകളുള്ള കൂർഗ് എന്നറിയപ്പെടുന്ന കർണാടകത്തിലെ കുടകദേശമാണ്. ഒരു കാലത്ത് വനപ്രദേശം മാത്രമായിരുന്ന കരിക്കോട്ടക്കരി ഇന്നൊരു പട്ടണമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കരിക്കോട്ടക്കരിയിലെ പ്രധാന ടൗൺ സ്ക്വയർ. പല ദിക്കുകളിലേക്കായി ധാരാളം ആൾക്കാർ ഇവിടെ ബസ് കാത്തു നിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ വാഹനം ഇടത്തോട്ടേക്ക് തിരിഞ്ഞ് എടപ്പുഴ ഭാഗത്തേക്ക് പോവുകയായി. ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന നാടാണിത്. 1970കളുടെ മധ്യത്തിൽ കരിക്കോട്ടക്കരി എടപ്പുഴ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനിടെയാണ് ചരിത്രാതീത കാലത്തെ കുടിമാടങ്ങൾ കണ്ടെടുത്തത്. ഇത് സൂചിപ്പിക്കുന്നത് കരിക്കോട്ടക്കരിയിലെ മനുഷ്യവാസത്തിന് വളരെക്കാലത്തെ പഴക്കമുണ്ട് എന്നാണ്. ഞങ്ങളിപ്പോൾ വാളത്തോട് എന്ന കാർഷിക ഗ്രാമത്തിലേക്ക് എത്തുകയായി. മഴ സദാ പെയ്തുകൊണ്ടേയിരിക്കുന്നു. ഓടുമേഞ്ഞ പീടികക്കോലായിൽ ആളുകൾ വെടിപറഞ്ഞിരിക്കുകയാണ്. 80കളുടെയും 90കളുടെയും പ്രൗഢിയുള്ള കെട്ടിടങ്ങൾ അവിടെ ഇവിടെയൊക്കെയായി കാണാം. അപൂർവം ചില ബസ്സുകൾ മാത്രമേ ഈ റൂട്ടിലൂടെ ഓടുന്നുള്ളൂ. ചിലർ ബസ്സും കാത്തു നിൽക്കുകയാണ്. കാത്തിരിപ്പിന് വിരാമം വിട്ടുകൊണ്ട് നാട്ടുകാരുടെ പ്രിയപ്പെട്ട ബസ്സായ സാഗർ ബസ് വന്നു നിർത്തുകയായി. പട്ടണങ്ങളിൽ വസിക്കുന്നവർക്ക് ബസിന്റെ പേരിന് അത്ര പ്രാധാന്യമുണ്ടാവില്ല. എന്നാൽ ഉൾനാടൻ ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്ക് അങ്ങനെയല്ല. അവരുടെ വീട്ടിലെ ഒരു കുടുംബാംഗത്തിന്റെ പേര് പോലെ തന്നെയായിരിക്കണം ആ നാട്ടിലൂടെ ഓടുന്ന ബസിന്റെ പേരും. സാഗർ ആളുകളെയും വഹിച്ച് പട്ടണത്തിലേക്ക് പുറപ്പെടുകയായി. പീടികക്കോലായിലെ ആളുകളെല്ലാം ഇപ്പോൾ ഏകദേശം കാലിയായിരിക്കുന്നു. വാളത്തോട് എന്ന ഈ ഉൾനാടൻ ഗ്രാമത്തിന്റെ മഴക്കാഴ്ചകൾ അതിമനോഹരം തന്നെയാണ്. കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ഒരു മനോഹരമായ വെള്ളച്ചാട്ടമുണ്ട്. ചെറിയൊരു പാലത്തിനരികിൽ വാഹനം നിർത്തി. ഇവിടെ പതഞ്ഞു പൊങ്ങി ഒഴുകുന്ന ഒരു തോട് കാണാം. ഇത് സൂചിമുഖിയിൽ നിന്നും ഒഴുകി വരുന്നതാണ്. ഞങ്ങൾ സൂചിമുഖിയെ തേടി തോടിന്റെ ഇടതുവശത്ത് കണ്ട നടപ്പാതയിലൂടെ മുന്നോട്ട് നടക്കുകയായി. ഒഴുകിവരുന്ന തോട് കാണാൻ അതിമനോഹരമാണ്. പക്ഷേ കുത്തിയൊലിച്ചു വരുന്ന തോടിന്റെ കരയിലെ ആ കൊച്ചു വീടുകൾ കണ്ടപ്പോൾ വല്ലാത്ത ഒരു ഭീതിയും തോന്നി. കാരണം ഈ തോടിന്റെ രൂപവും ഭാവവും ഏത് നിമിഷം വേണമെങ്കിലും മാറിമറിയാം. ഉരുൾപൊട്ടാൻ സാധ്യതയുള്ള ഈ പ്രദേശത്ത് ഇവരൊക്കെ എങ്ങനെയായിരിക്കും ഓരോ ദിവസവും കഴിഞ്ഞുകൂടുന്നത്? ഇങ്ങനെ ഒരുപാട് ആദികൾ ചിന്തയിലൂടെ ഒഴുകുകയായി. അങ്ങനെ കുറച്ചു നേരത്തെ യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ സൂചിമുഖി വാട്ടർഫാൾസിലേക്ക് എത്തുകയാണ്. ഇത് മനോഹരവും ഗംഭീരവുമാണ്. ഇവിടേക്ക് ആരെങ്കിലും വരാനോ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുരക്ഷ നിങ്ങൾ തന്നെ ഉറപ്പുവരുത്തുക. ഇവിടേക്കുള്ള വഴി ഒരൽപ്പം ദുർഘടവുമാണ്. കനത്ത മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു. മനസ്സിൽ എവിടെയോ ഒരു ഭീതി ഇല്ലാതെയില്ല. എന്തായാലും ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത്തരം വീഡിയോകൾ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ പേജ് ഫോളോ ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ഞാൻ മിസ്റ്റർ പുഴക്കര. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.